2020 ഭാമയും അരുണും തമ്മിൽ വിവാദത്തിലാവുന്നത്. വിവാഹത്തോടെ ഭാമ സിനിമാ രംഗത്തു നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. മകളുടെ ജനനത്തിന് ശേഷം സോഷ്യൽ മീഡിയ സജീവമായിരുന്നു താരം. നിവേദി സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ നടിയാണ് ഭാമ. മലയാള സിനിമയ്ക്ക് ലോഹിതദാസ് കൊടുത്ത നിവേദിയായിരുന്നു ഭാമ. ഭാമ എന്ന രചയിതാക്കുറിപ്പ് നാടൻ ലുക്ക് കൊണ്ടും ഗ്രാമീണത തുളുമ്പുന്ന സംസാരം കൊണ്ട് ഭാമ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയത് വളരെ പെട്ടെന്നാണ്. പിന്നീട് മലയാള സിനിമ ഒരുപിടി നല്ല സിനിമകൾ തന്നെ ഭാമ സമ്മാനിച്ചു. സിനിമയിലേക്ക് എത്തും മുമ്പ് തന്നെ മാധ്യമരംഗത്തും ഭാമ സജീവമായിരുന്നു. അവതരണത്തിന് പുറമെ ആലാപനത്തിലൂടെയും ഭാമ പ്രേക്ഷകരെ സമ്പാദിച്ചിരുന്നു. 2007 നിവേദി എന്ന ചിത്രത്തിൽ ഭാമ അഭിനയിക്കാൻ എത്തിയത്. ഒരു പരസ്യചിത്രത്തിന്റെ ഇടയ്ക്ക് ലോഹിതദാസ് ഭാമയെ കാണാൻ ഇടയാവുകയും പിന്നീട് തന്റെ ചിത്രത്തിൽ അവസരം നൽകുകയായിരുന്നു. രണ്ടാമത്തെ ചിത്രം വിനയൻ സംവിധാനം ചെയ്ത ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രമാണ്. സിനിമയിലേക്ക് കടന്നു വന്നതിന് പിന്നാലെ കൈനിറയെ അവസരങ്ങളും താരത്തെ തേടിയെത്തി. പിന്നീട് സിനിമയിൽ തിളങ്ങി നിൽക്കും അഭിനയത്തിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു. ഇടയ്ക്കുള്ള ഇടവേള അവസാനിപ്പിച്ചുകൊണ്ടാണ് താൻ വിവാഹിതയാകുന്ന വാർത്ത താരം പുറത്തുവിട്ടത്. അത്യാഡംബരമായി നടന്ന ജ്യോതിഷുമായുള്ള വിവാഹത്തോടെ അഭിനയ മേഖലയിൽ നിന്ന് താരം വിട്ടുനിന്നു. പിന്നീട് ഒരു മകളുടെ അമ്മയായ സന്തോഷവും താരം പങ്കുവച്ചു. എന്നാൽ ഇടയ്ക്ക് എപ്പോഴും തനിക്ക് സിനിമ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഭാമ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് സോഷ്യൽ മീഡിയ സജീവമായ താരം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമെല്ലാം തുറന്നു പറഞ്ഞു. പിന്നീട് ഭർത്താവും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഡിലീറ്റ് അടിച്ചോടെ ഇവർ വേർപിരിഞ്ഞൊന്ന ചർച്ചകൾ. എന്നാൽ വീണ്ടും ചിത്രങ്ങൾ കണ്ടതോടെ ആ ഗോസിപ്പുകളുടെ ചൂട് പോവുകയും ചെയ്തു. അതോടെ ഭാമയെ ഗോസിപ്പ് കോളങ്ങളിൽ നിന്ന് കാണാതെ വന്നു. വിഷുദിനത്തിൽ താരം പങ്കുവച്ചൊരു പോസ്റ്റാണ് ഭാമയെക്കുറിച്ചൊരു ചർച്ച വീണ്ടും വരാൻ ഇടയാക്കിയത്. ഞാനും എൻ്റെ മോള് ഏറെ കാലത്തിന് ശേഷം ഒരു വിഷു ആഘോഷിച്ചു. എൻ്റെ മകളുടെ വിഷു ആശംസകൾ എന്നായിരുന്നു ഭാമ പങ്കിട്ട പോസ്റ്റ്. എന്നാൽ അപ്പോഴും അരുൺ എവിടെയെന്ന ചോദ്യത്തിന് താരം മറുപടി നൽകിയതുമില്ല. വീണ്ടും കഴിഞ്ഞ ദിവസം ഭാമ പങ്കുവച്ചൊരു പോസ്റ്റാണ് എല്ലാ ഊഹാപോഹങ്ങൾക്കും ഉള്ള മറുപടിയായി വന്നെത്തിയത്. താനൊരു സിംഗിൾ മദറാണെന്നാണ് താരം പറഞ്ഞത്. മാത്രമല്ല, എല്ലാ പ്രതിസന്ധിയെയും ഞാൻ അതിജീവിച്ചു. ഇന്ന് ധൈര്യമുള്ള ഒരാളെ മാറിയെന്ന് താരം അറിയിക്കുകയുണ്ടായി. തനിക്കെതിരെ വന്ന ഗോസിപ്പുകൾ കുറേയൊക്കെ ഭാമ എന്ന രചയിത കണ്ടില്ലെന്ന് വെച്ചും പറയാതെ വെച്ചും ഒടുക്കമാണ് എല്ലാം പറയാൻ ധൈര്യം വന്നത്. ആ ധൈര്യം ശരിക്കും താരത്തിന് നൽകിയത് സുഹൃത്തുക്കളും മകളും കുടുംബവും ആണെന്നാണ്. ഇപ്പോൾ ആരാധകർ പറയുന്നത് ഇനിയും ധൈര്യത്തോടെ മുൻപോട്ട് പോവുക, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, നമ്മൾ കൂടെയുണ്ട് എന്നും ആരാധകരും സുഹൃത്തുക്കളും ഓരോ സ്വരത്തിൽ പറയുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്.